नमस्ते बच्चों, आप सभी का स्वागत है ഹിന്ദി ഈ ഗുരു में। അപ്പം മക്കളെ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് തന്നെ ഇരിക്കുക. കൊറോണയുടെ ഈ ചെയിനിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരായിട്ട് മുന്നിട്ടിറങ്ങണം. അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് കൊറോണയെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ സുരക്ഷിതരായി തന്നെ എല്ലാവരും വീട്ടിലിരിക്കുക. അപ്പം മക്കളെ നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ഹതാശ സെ എക് വ്യക്തി ഭട്ട് ഗയാ ഥാ, നരേക് സക്സേനയുടെ ഒരു ടിപ്പണി അല്ലെങ്കിൽ കുറിപ്പ് എന്ന് പറയാം മലയാളത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭാതിൻ്റെ ബീർബഹുട്ടി എന്ന പേരുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ കഹാനി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങളിതൊന്ന് കണ്ടു നോക്കിക്കേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു അല്ലേ? എന്താ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായത്? മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ ഒരു സഹായ മനോഭാവം, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അല്ലേ? ദൂസറോങ്കോ മദത് കർണാ ചാഹിയേ. മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം, എപ്പോഴാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടത്? മറ്റുള്ളവർ നമ്മുടെ സഹായഹസ്തത്തിന് വേണ്ടി കൈ നീട്ടുമ്പോൾ അവർ സ്വയം കൈ നീട്ടുമോ? ഇല്ല, നമ്മൾ കണ്ടറിഞ്ഞ് അവർക്ക് കൊടുക്കണം. ഇവിടെ തന്നെ കണ്ടില്ലേ, ആ കുട്ടി തനിക്ക് ഭക്ഷണം ഇല്ല എന്ന് എല്ലാവരോടും പറഞ്ഞോ? ഇല്ല, അവർ കണ്ടറിഞ്ഞ് തൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അവന് നൽകുക ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്കെല്ലാവർക്കും ഇതൊരു പാഠമാണ്. പ്രതിഫലം ആഗ്രഹിക്കാതെ തന്നെ മറ്റുള്ളവരെ ആ കഷ്ടത നിറഞ്ഞ സമയത്ത് സഹായിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ മനുഷ്യൻ അല്ലേ? അപ്പോൾ നമുക്കിന്ന് അങ്ങനെയുള്ളൊരു വ്യക്തിയെ പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ടിപ്പണിയാണ് അല്ലെങ്കിൽ കുറിപ്പ് എന്നൊക്കെ പറയാം. ഇംഗ്ലീഷിൽ അനോട്ടേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഹതാശ സേ എക് വ്യക്തി ഭട്ട് ഗയാ ഥാ എന്ന് പറയുന്ന ഒരു കവിതയാണ് നമ്മുടെ വിനോദ് കുമാർ ശുക്ലയുടെ. ഈ വിനോദ് കുമാർ ശുക്ലയുടെ ഈ കവിത വായിച്ചിട്ട് നമ്മുടെ നരേഷ് സക്സേന നടത്തിയ ഒരു ടിപ്പണി അല്ലെങ്കിൽ കുറിപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് പോവാം. ഓക്കെ, ഹതാശ സെ എക് വ്യക്തി ഭട്ട് ഗയാ ഥാ ടിപ്പണിയാണ് വിനോദ് കുമാർ ശുക്ലയ്ക്ക് കവിത പർ നരേഷ് സക്സേനയ്ക്ക് ടിപ്പണി. അപ്പോൾ ആരാണ് വിനോദ് കുമാർ ശുക്ല അല്ലെങ്കിൽ ആരാണ് നമ്മുടെ നരേഷ് സക്സേന ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നരേഷ് സക്സേനയും വിനോദ് കുമാർ ശുക്ലും. നരേഷ് സക്സേന ജനുവരി 16 1931 മധ്യപ്രദേശിലെ ഗ്വാളിയറിലാണ് ജനിച്ചത്. സമകാലീന ഹിന്ദി കവികളിൽ പ്രസിദ്ധനാണ്. അതേപോലെ തന്നെ കവിതകളൊക്കെ കൂടാതെ തന്നെ നാടകവും സിനിമ എന്നീ മേഖലകളിലൊക്കെ പ്രസിദ്ധനാണ്. അതേപോലെ തന്നെ സമുദ്ര പർ ഹോ രഹി ബാരിഷ്, ആദ്മി കി ആ എന്നുള്ള നാടകം, ഇതൊക്കെ പ്രമുഖ രചനകളാണ്. 2000 എന്ത് ചെയ്തു, പഹൽ സമ്മാൻ ലഭിച്ചു. എന്തിന്? സാഹിത്യ സേവനത്തിനായിട്ട്. 1992 നാഷണൽ ഫിലിം അവാർഡും ലഭിച്ചു നമ്മുടെ നരേഷ് സക്സേനയ്ക്ക്. അതേപോലെ തന്നെ വിനോദ് കുമാർ ശുക്ല ജനനം ജനുവരി 1 1937 മധ്യപ്രദേശിൽ തന്നെയാണ്. സമകാലീന കവിയാണ്, കഥാകാരനാണ്. സബ് കുച്ച് ഹോനാ ബച്ചാ രഹേഗാ, വഹ ആദ്മി ചലാ ഗയാ, നയാ ഘരം കോട്ട് പഹൻകർ, വിചാർ കി തരഹ ലഗ് പർ, ജയ് ഹിന്ദ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കാവ്യസംഗ്രഹമാണ്. പിന്നെ നോവലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗിലേഗാ തോ ദേഖേംഗെ, ദീവാർ മേ മേക്ക് ഖിടകി രഹത്തി, ഇതൊക്കെ നോവലുകളാണ്.
അപ്പം മധ്യപ്രദേശ് ശിഖർ സമ്മാൻ, മൈഥിലി ശരൺ ഗുപ്ത രാഷ്ട്രീയ സമ്മാൻ എന്നിവയൊക്കെ ആർക്ക് ലഭിച്ചു? നമ്മുടെ വിനോദ് കുമാർ ശുക്ലയ്ക്ക് ലഭിച്ചു. അപ്പോൾ ജസ്റ്റ് നമ്മുടെ എഴുത്തുകാരെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട, അതിനു വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ, ഒരു ആമുഖം പോലെ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിനോദ് കുമാർ ശുക്ലയുടെ കവിത ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറഞ്ഞുള്ള കവിത നമുക്കൊന്ന് നോക്കാം. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वह खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. അല്ലേ? ഇത്ര സിമ്പിളായിട്ടുള്ള ഓരോ സെൻറ്റൻസ് നോക്കിക്കേ, അല്ലെങ്കിൽ ഓരോ വേർഡ് നോക്കിക്കേ, നിങ്ങൾക്ക് മനസ്സിലാവും. അർത്ഥം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? എല്ലാതും നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ അടുത്തും ബുക്കില്ലേ, ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. അറിയാത്ത അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ടിപ്പണിയിൽ എഴുതി വയ്ക്കണം കേട്ടോ. അർത്ഥം ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു പോണില്ല, അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോ അർത്ഥം പറഞ്ഞു തരണ്ടേ. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, എന്താ അതിനർത്ഥം? ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ എന്നാണ്. നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നു എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ മീനിങ്. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നു. വ്യക്തിക്കോ മേ നഹീ ജാൻതാ ഥാ, ആ വ്യക്തി എനിക്ക് അറിയില്ലായിരുന്നു. ജാന്ന എന്നാണ് അറിയുക അല്ലേ, ജാൻതാ ഥാ. മേ നഹീ ജാൻതാ, എനിക്ക് അറിയില്ലായിരുന്നു ആ വ്യക്തി ആരാണെന്ന്. ഹതാശാക്കോ ജാൻതാ ഥാ, എനിക്ക് എന്തറിയായിരുന്നു? അവരുടെ നിരാശയെ അറിയായിരുന്നു. ഹതാശാക്കോ ജാൻതാ ഥാ, അയാൾക്ക് എന്തോ ഒരു ദുഃഖമുണ്ട്, അയാൾക്ക് എന്തോ ഒരു നിരാശ ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. ഇസ്ലിയെ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയ, അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി. പാസ് ഗയ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോയി. മേനെ ഹാത്ത് ബഡായ, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കൈകൾ നീട്ടി. ഹാത്ത് ബഡായ എന്ന് പറഞ്ഞാൽ കൈ നീട്ടി. മേന ഹാത്ത് പക്കടുക്ക് ഘടാ ഹുവ, അതപ്പം തന്നെ അവരെന്ത് ചെയ്തു? എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, പക്കടുക്കർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈയാണ്. മേര ഹാത്ത് പക്കടുക്കർ ഘടാ ഹുവ, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവർ എഴുന്നേറ്റ് നിന്നു. ഘടാ ഹുവ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നു. മുझे वह नहीं जानता था, പക്ഷെ അപ്പോഴും അവരാരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയേ ഉണ്ടായിരുന്നില്ല. എന്തറിയായിരുന്നു എനിക്ക്? മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ താ, എൻ്റെ കൈ നീട്ടണം എന്ന് എനിക്കറിയാമായിരുന്നു. ആ വ്യക്തിയെ അതിൽ നിന്നും, ആ നിരാശയിൽ നിന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ നീട്ടണമെന്ന് എനിക്കറിയാമായിരുന്നു. ഹം ദോനോം സാത്ത് ചലേ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ദോനോം സാത്ത് ചലേ, ഒരുമിച്ച്. ദോനോം സാത്ത് ചലേ, കൂടെ എന്നല്ല, സാത്ത് തന്നെ കൂടെ. ദോനോം ഏക് ദൂസരേക്കോ നഹീ ജാൻതേ ഥേ, അവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല. ദോനും ഏക് ദൂസരേക്കേ, പരസ്പരം ഞങ്ങളൊന്നും അറിയേ ഉണ്ടായിരുന്നില്ല. സാത്ത് ചലനേക്കോ ജാൻതേ ഥേ, എന്തറിയായിരുന്നു? ഒപ്പം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒപ്പം നടക്കണമെന്ന് അറിയാമായിരുന്നു. നോക്കിക്കേ, എത്ര സിമ്പിളല്ലേ നമ്മുടെ വിനോദ് കുമാർ ശുക്ലയുടെ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറഞ്ഞിട്ടുള്ള കവിത. ഈ കവിത വായിച്ചിട്ടാണ് നമ്മുടെ നരേക് സക്സേന ടിപ്പണി നടത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ടിപ്പണിയിലോട്ട് പോവാം. ओके, हताशा से एक व्यक्ति बैठ गया था, विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. അതായത് നമ്മുടെ വിനോദ് കുമാർ ശുക്ല തൻ്റേതായ ഒരു ഒറിജിനാലിറ്റി, കവിതയിൽ ഒരു ഒറിജിനാലിറ്റി, മൗലികത എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ തനിമ എന്നൊക്കെ പറയാം. തനിമ കൊണ്ടും മാത്രമല്ല ഭാഷാക്ക് അൻഗടതാക്കിലെ, ഭാഷയുടെ ഒരു എന്താ പറയുക സ്വാഭാവികത അല്ലെങ്കിൽ ആ ഭാഷയുടെ ഒരു ഭംഗി, പ്രാവീണ്യം എന്നൊക്കെ പറയാം. അതുകൊണ്ടൊക്കെ പ്രസിദ്ധനാണ് എന്നാണ് പറയുന്നത്. കിന്തു മാത്രമല്ല इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. അപ്പം ഈ കവിതയിൽ മൗലിക് ഹോനയ്ക്ക് സാഥി, അതായത് നമ്മൾ തനിമയുടെ കാര്യം പറഞ്ഞു അല്ലേ, തൻ്റെ കവിതയിൽ ഒറിജിനാലിറ്റി കൂടാതെ തന്നെ, അതിൻ്റെ കൂടെ തന്നെ കാവ്യശില്പിക്ക്, കാവ്യത്തിൻ്റെ ശില്പം എന്ന് പറഞ്ഞാൽ കാവ്യത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ സ്ട്രക്ചർ, ഒരു കവിതേൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിന് സ്ട്രക്ചറിൽ എന്താണ് സിദ്ധ കവിക്ക് തര, അതിലും അവർ
പ്രാവീണ്യം നേടിയിരിക്കുന്ന, അല്ലെങ്കിൽ സിദ്ധനാണ് എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാണ് എന്ന് പറയില്ലേ. സിദ്ധ എന്ന് പറഞ്ഞാൽ മലയാളത്തിലും പറയും സിദ്ധനാണ് എന്നല്ലേ. അപ്പം സിദ്ധ ഹവിക്ക് തരബി ദിക്കായ് ദേത്തെ ഹേ. അതിലും നമ്മളെ വിനോദ് കുമാർ ശുക്ല തന്നെ എന്ത് തെളിയിച്ചിരിക്കുന്ന, കഴിവൊക്കെ തെളിയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. कविता की अर्थ इतनी सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മുടെ കവിത വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇതിൻ്റെ പ്രത്യേകിച്ച് അർത്ഥം പറഞ്ഞതിൻ്റെ ആവശ്യമില്ല എന്ന്. കാരണം എന്താ, സഹജ് ഈസിയാണ്, എളുപ്പമാണ്, ഇതിൻ്റെ ഓരോ ലൈനും ഒരു സാഫ് ഹേ, വ്യക്തമാണ്. ഉന്യം വ്യാഖ്യാക്കി ദർക്കാർ നഹി ഹേ. അതിന് വ്യാഖ്യ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ, അതിന് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിവരണം കൊടുക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. ദർക്കാർ എന്ന് പറഞ്ഞാൽ ആവശ്യം, ദർക്കാർ നഹി എന്നാണ് ആവശ്യമില്ല. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कर देते हैं എന്നാണ്. സരൾ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല സരളമായ, എളുപ്പമുള്ള, നല്ല ഈസിയായി നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വേർഡ്സ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ വാക്യ സ്വയം ഹി അപ്പന മർമ്മ കർ ദേത്തെ ഹെ. ആ വാക്യങ്ങളെല്ലാം, സെൻറ്റൻസ് എല്ലാം നമുക്ക് എന്താണ് നമ്മൾ വിനോദ് കുമാർ ശുക്ല കവിതയിലൂടെ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് വ്യക്തമാക്കി തരണ്ട് എന്നാണ് പറയുന്നത്. വ്യക്തിക്കു മേ നെഹി ജാനതാ ഹതാശാക്കോ ജാനതാ. അതിൽ പറയുന്നുണ്ടല്ലേ, ആ വ്യക്തി എനിക്കറിയില്ല, ഹതാശാക്കോ ജാനതാ, അവരുടെ നിരാശ എനിക്കറിയാമായിരുന്നു. कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं എന്ന് പറയുന്നത്. അതായത് ഇതിൽ പറയുന്നത് ആ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, അവരുടെ പ്രശ്നങ്ങളെ എനിക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ അവർ ഒരു നിരാശയിലാണ് ഇരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. അതെന്തിനെയാണ് തകർക്കുന്നത്? ജാനിനെ അറിയുക എന്നുള്ള ഹമാരി ഉസ് ജാനി പഹച്ചാനി. ജാനി പഹച്ചാനി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന, തിരിച്ചറിയുക. ജാനി പഹച്ചാനി എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്ന. രൂഢിക്കോ തോട് ദേത്തെ. രൂഢി എന്ന് പറഞ്ഞാൽ സമ്പ്രദായം, പണ്ട് മുതൽക്കേ നിലനിന്നൊരു പതിവ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് രൂഢിക്കോ. തോട് ദേത്തെ എന്തായിരുന്നു, തകർക്കുന്നു എന്നാണ്. അതെന്ത് രൂഢിയാണ്, എന്ത് പതിവാണ്? ജോ വ്യക്തിക്ക് നാം. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചോദിക്കുക? എന്താ പേര് എന്നല്ല ചോദിക്കുക. അതാണ് ആ വ്യക്തിയെ ആ വ്യക്തിയെ അറിയണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? അയാളുടെ പേര്, വിലാസം, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ആ വ്യക്തി എനിക്കറിയാം എന്ന് നമ്മൾ പറയുന്നത്. അത് പണ്ട് മുതലേ അല്ലെങ്കിൽ പതിവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ആ സമ്പ്രദായത്തെയാണ് നമ്മുടെ വിനോദ് കുമാർ ശുക്ല ഇവിടെ തകർക്കുന്നത്. അല്ലാതെ അതാണ് തോട് ദേത്തേഹി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് അവർക്ക് അറിയുന്നത്? നമ്മുടെ വിനോദ് കുമാർ ശുക്ലയ്ക്ക് എനിക്ക് പേരോ അഡ്രസ്സോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ? എനിക്ക് ആ വ്യക്തി ഒരു കഷ്ടപ്പാടിലാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു നിരാശയിലാണ് എന്ന് മാത്രമേ അറിയുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ജോ വ്യക്തിക്ക് നാം, പേര്, പതേ, അഡ്രസ്സ്, ഉംറ് എന്ന് പറഞ്ഞാൽ വയസ്സ്, ഓഹത്ത് എന്നുള്ളൊരു വേർഡിലൂടെ അതാണ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്ഥാനം എന്നൊക്കെ പറയാം. അതാണ് ഓഹത്ത്. യാ ജാതി സേ ജാനിനെ ജോഡ്തി എന്നാണ്. അതും ചേർക്കുന്നില്ലേ നമ്മൾ. ജോഡന എന്ന് പറഞ്ഞാൽ ചേർക്കുക, ജാതി എന്ന് പറഞ്ഞാൽ ജാതി തന്നെ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ആ വ്യക്തി അറിയാന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതൊക്കെ അറിഞ്ഞാൽ ആ വ്യക്തിയെ അറിയാമെന്നാണ്. എന്തൊക്കെ? പതേ, അഡ്രസ്സ്, അതേപോലെ തന്നെ നാമ്, പേര്, ഉംറ്, വയസ്സ്, ഓഹദെ, അയാളുടെ സ്റ്റാറ്റസ് എന്താണ്, അയാളുടെ ജാതി എന്താണ്, ഇതൊക്കെ നമ്മളതിൽ ചേർക്കുന്നു എന്നാണ്. യദി ഹം കിസി വ്യക്തിക്കോ ഉസ്കി ഹതാശ. എന്താണ്? ഒരു പക്ഷേ, യദി എന്ന് പറഞ്ഞ ഒരു പക്ഷേ, ഹം നമ്മൾ, കിസി വ്യക്തിക്കോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഉസ്കി ഹതാശ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, അവരുടെ ഹതാശ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിരാശ. അപ്പം നിരാശ എന്ന് വേറെ ഒരു വേർഡും കൊടുത്തിട്ടുണ്ട്. നിരാശയ്ക്ക് ഹതാശയും ഒരേ മീനിങ് ആണ്. ആ വ്യക്തിയുടെ ഹതാശ, നിരാശയും, അസഹായത എന്നാൽ ആ വ്യക്തിയുടെ നിസ്സഹായാവസ്ഥ. യാ ഉസ്കീൻ ജാനത്തെ തോ ഹം കുച്ച് ജാനത്തെ എന്നാണ്. എന്താ പറയുന്നത്? ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിക്ക് എനിക്ക് നിരാശയുണ്ടോ, ആ വ്യക്തിക്ക് എന്തെങ്കിലും നിസ്സഹായാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ, സങ്കടം എന്ന് പറഞ്ഞാൽ അവിടെ കഷ്ടപ്പാട്, എന്തെങ്കിലും ദുഃഖമുണ്ടോ അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടോ എന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല എന്നെങ്കിൽ നമ്മൾ ഒന്നും അറിഞ്ഞില്ല എന്നാണ് അർത്ഥം. അതിപ്പം പേരറിഞ്ഞിട്ടോ അഡ്രസ്സ് അറിഞ്ഞിട്ടോ മതം അറിഞ്ഞിട്ടോ ജാതി അറിഞ്ഞിട്ടോ അതല്ല മുഖ്യം. എന്താണ് നമുക്ക് മുഖ്യം? അവരുടെ നിസ്സഹായാവസ്ഥ, അവരുടെ സങ്കടം, അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയലാണ് നമ്മുടെ മുഖ്യം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ വിനോദ് കുമാർ ശുക്ല പറയുന്നത്. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? അപ്പം എന്താ പറയുന്നത്? ഇപ്പോൾ ഒരു റോഡിൽ ഒരാൾ
എന്ത് ചെയ്ത് ഘായൽ പടി എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റി കിടക്കുകയാണ്. ഏതോ ഒരു അപരിചിത വ്യക്തിയാണ്, നമുക്കറിയില്ല. ആ വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, ഹേയ് അവരെനിക്കറിയില്ല, ക്യാ ഉസേ ഹം നെഹീ ജാൻതേ, എനിക്കറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്തറിയാം, ആ വ്യക്തി അപകടത്തിലാണ് അല്ലെങ്കിൽ പരിക്ക് പറ്റി കിടക്കുകയാണ് എന്നുള്ളൊരു അറിവ് നമുക്കില്ലേ? ആ അറിവ് മതി എന്നാണ് നമ്മുടെ വിനോദ് കുമാർ ശുക്ല പറയുന്നത്. മനസ്സിലായില്ലേ എന്താണ് ജാനന എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, ആപ് കഹാൻ തക് സഹമത്ത് ഹേ എന്നാണ്. അതായത് അറിയുക എന്നുള്ള ആ ശബ്ദം, ആ ഒരു വാക്ക് അല്ലെങ്കിൽ വേർഡ് നമ്മളെ ലേഖകൻ യൂസ് ചെയ്തപ്പോൾ അത് നിങ്ങളോട് എത്രത്തോളം നിങ്ങൾ അതിനോട് യോജിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതെന്താ നമുക്ക് ആൻസർ ചെയ്യാം. ലേഖകി വ്യാഖ്യ ബിൽക്കുൽ സഹീ ഹേ. അപ്പം നമ്മുടെ ലേഖകൻ പറഞ്ഞിട്ടുള്ളത് ശരിക്കും എന്താണ്, സത്യം തന്നെയാണ്. കിസിക്കു ജാനന മത്ലബ് ഹേ കി, മറ്റുള്ളവരെ അറിയുക എന്നാൽ ഉസ്കി ജീവൻ കി അസ്ലിയതയാ മുസീബത്ത് കോ പഹചാനന. മറ്റുള്ളവരെ അറിയുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും, അവരുടെ ആ ജീവിതത്തിന് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാട് എന്താണോ അത് നമ്മൾ അറിയുക എന്നാണ്. മുസീബത്തുമേ പടേ വ്യക്തിക്കോ ദേക്കർ, അതായത് കഷ്ടതയിൽ ഉള്ള ഒരു വ്യക്തിയെ കണ്ടിട്ട് ഉസെ സഹാര ദേനാ ഹി അസൽ മേ ജാനന ഹേ, ആ വ്യക്തിക്കൊരു സഹായഹസ്തം കൊടുക്കുക. നമ്മളുടെ കൈകൾ നീട്ടിയിട്ട് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുക. അതാണ് ജാനന അല്ലെങ്കിൽ അറിയുക എന്നുള്ള വാക്കിന് അർത്ഥം. ന കിസി നാം, എന്തല്ല ജാനന അറിയുക എന്നുള്ളത്, ന കിസി അല്ല, നാം അവരുടെ പേരെന്താണ്, പഥ അവരുടെ അഡ്രസ്സ് എന്താണ്, വിലാസം എന്നൊക്കെ പറയാം. ഉംർ വയസ്സെന്താണ്, പിന്നെയോ പതയ ജാതി ധർമ്മ, അതേപോലെ തന്നെ ഏത് സ്റ്റാറ്റസാണ് അവരുടെ ജാതി എന്താണ്, അവരുടെ മതം എന്താണ് എന്നൊന്നും അറിയല്ല എന്ത് ജാനന എന്ന വാക്കിന് അർത്ഥം എന്നാണ്. അപ്പോൾ മനസ്സിലായില്ല എന്താണെന്നുള്ളത്. हम जानते हैं कि यह व्यक्ति में है और इसे हमारी मदद की ज़रूरत है. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, റോഡിൽ പരിക്ക് പറ്റി കിടക്കല്ലേ, ആ വ്യക്തി പരിക്ക് പറ്റി കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് അവരെന്തോ ഒരു മുസീബത്ത് മേ ഹേ, കഷ്ടപ്പാടിലാണ്, എന്തോ ഒരു കഷ്ടപ്പാട് അവർക്കുണ്ട്. മുസീബത്ത് എന്ന് പറഞ്ഞാൽ സങ്കടം അല്ലെങ്കിൽ കഷ്ടപ്പാട് എന്നൊക്കെ പറയാം. ഇസേ അതുകൊണ്ട് തന്നെ ഹമാരി മദത് കി ജറൂരത്ത് ഹേ, അവർക്ക് എന്താവശ്യമുണ്ട്, നമ്മുടെ സഹായം ആവശ്യമുണ്ട്. മദത് എന്ന് പറഞ്ഞാൽ സഹായം, ജറൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം, നമ്മുടെ സഹായത്തിന് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് യാദ് ദിലാത്തി ഹേ എന്നാണ്. നമ്മുടെ ഈ കവിത മനുഷ്യനെ മനുഷ്യനായി തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഓർമ്മ നൽകുന്നു. ഒരു യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ, ദിലാത്തി ഹേ എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് എന്ന്. മനസ്സിലായില്ലേ? കവിത ലഗാതാർ നെഹീ ജാനനെ ഔർ ജാനനെ കാ ബയാൻ കർത്തി ജാത്തി ഹേ എന്നാണ്. എന്താണ് ബയാൻ എന്ന് പറഞ്ഞാൽ മൊഴി. അതായത് ഈ ലഗാതാർ എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും നിരന്തരമായി തന്നെ നെഹീ ജാനത്തെ അറിയില്ല അല്ലെങ്കിൽ ജാനിനെ അറിയും എന്നുള്ള വാക്കുകൊണ്ട്, അല്ലെങ്കിൽ അതെപ്പോഴും എന്ത് ചെയ്യുന്നു, നിരന്തരമായി മൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ വിനോദ് കുമാർ ശുക്ല എന്നാണ് നമ്മളെ നരേഷ് സക്സേന പറയുന്നത്. ശില്പിക്ക് ഇസ് ഭാരി കാരികാരി കൊതേക്ക് എന്ന്, ശില്പപരമായി തന്നെ നമ്മുടെ ഈ കവിതയുടെ ഭാരി കാരിഗരി എന്ന് പറഞ്ഞാൽ, ബാരീക്ക് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി, കാരിഗരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രചനാ കൗശലം അല്ലെങ്കിൽ കഴിവ്, അതായത് സൂക്ഷ്മമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ രചനാ കൗശലം? എനിക്കറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനെ കോ ജാൻതാ താ, കൈ നീട്ടണം എന്ന് മാത്രം എനിക്കറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹീ ജാൻതേ തേ, ഞങ്ങൾ പരസ്പരം അറിയില്ലായിരുന്നില്ല. സാത്ത് സാത്ത് ചലനെ ജാൻതേ തേ, എന്തറിയായിരുന്നു, ഒപ്പമായി അവരുടെ കൂടെ നടക്കണമെന്ന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. യഹ് नहीं जानना और जानना कविता में किसी लोकगीत के സ്ഥായി की तरह ബാർ ബാർ ലൗട്ട്താ ഹേ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൂലേ, ഈ ജാനന അറിയുക എന്നുള്ള ശബ്ദം, അല്ലെങ്കിൽ നെഹീ ജാനന അറിവില്ല അല്ലെങ്കിൽ അറിവില്ലായ്മ എന്നുള്ള ശബ്ദം, കിസി ലോകഗീത് കെ, നിങ്ങൾ നാടോടി പാട്ടുകളൊക്കെ കണ്ടിട്ടില്ല, എന്താണ് ഈ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കില്ല നാടോടി, നമ്മുടെ ഈ നാടൻ പാട്ടുകളൊക്കെ പാടുമ്പോൾ ആ വരി തന്നെ പിന്നെയും ആവർത്തിച്ച് വന്ന്
നല്ല താളത്തിലും ഇതിലായിട്ട് പാടുക. അതേപോലെയാണ് നമ്മുടെ കവിതയിൽ ജാനന നെഹീം ജാനന എന്നുള്ള വാക്ക് എന്നാണ് നരേൻ സക്സേന പറയുന്നത്. എന്തുപോലെ കിസി ലോകഗീത് ലോകഗീത് എന്ന് പറഞ്ഞാൽ നാടോടിപ്പാട്ടിൻ്റെ സ്ഥായിക്ക് തര സ്ഥായി എന്ന് പറഞ്ഞാൽ വായ്ത്താരികൾ പോലെ ബാർ ബാർ ലൗട്ടാ ഹെ ബാർ ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. അപ്പോൾ നമ്മുടെ വിനോദ് കുമാർ ശുക്ലേനെ ഈ കവിതയെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത് നമ്മൾ നരേൻ സക്സേന? ഗദ്യമേ ലിഖി ഹുയി, ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള കിസ് ഏതെങ്കിലും ഒരു കവിതയിൽ, കവിത ഗദ്യത്തിൽ എഴുതുമല്ലോ, പദ്യത്തിൽ മാത്രമല്ല ഗദ്യത്തിൽ എഴുതും. ഈ ഗദ്യത്തിൽ എഴുതുള്ള ഏതെങ്കിലും കവിതയിൽ ലിറിക്കൽ യാ ഗീതാത്മകത, അതിൻ്റെ ലിറിക്സ് എന്നാണ് പറയുന്നത്. അതാണ് ഗീതാത്മകതയുടെ ആ ലിറിക്സിൻ്റെ ആ നല്ല ആ വരിയുടെ ആ ഒരു കവിതയുടെ രൂപഭംഗി, അതേപോലെ തന്നെ ഓരോ വരിയുടെ മീനിങ്, ഇതെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് ഈ സ്കൂബി കെ സാത്ത്, ഈ എല്ലാ കഴിവുകളും ഈ എല്ലാ നല്ല വശങ്ങളും ഉൾക്കൊണ്ടിട്ടുകൊണ്ട് ഹിന്ദി കിസ് കവിതാമേ ആയ ഹിന്ദിയിൽ ഏതെങ്കിലും ഒരു കവിതയിൽ ഇത്രയും മനോഹരമായിട്ട് എല്ലാ ഇതും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ ഭംഗിയും എല്ലാതും ഉൾക്കൊണ്ടുകൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് യാദ് നഹി ആ രഹാ, എനിക്ക് ഓർമ്മ വരുന്നേ ഇല്ല എന്നാണ് നമ്മുടെ നരേൻ സക്സേന പറയുന്നത്. അങ്ങനെ ഏതുപോലെയാണ് എന്നാണ് പറയുന്നത്. ജैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिए जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഇപ്പം എന്താ പറയുന്നത്? ഇത്രയും മനോഹരമായിട്ട് ഒരു കവിതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് വരുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാ കിസി ഗസൽമേം, ഏതുപോലെ എന്നാണ്, ഏതെങ്കിലും ഒരു ഗസൽ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ ആക്രി ഷേർക്കുക, അതിൻ്റെ ആക്രി എന്ന് പറഞ്ഞാൽ അവസാനത്തെ, ഷേർ എന്ന് പറഞ്ഞാൽ വരി, അവസാനത്തെ വരിയിലെ ആക്രി ശബ്ദം, അവസാനത്തെ വരിയിലെ അവസാനത്തെ ശബ്ദം, ശ്രോതാവും കി ജുബാൻ പർ, കേൾക്കുന്നവരുടെ ജുബാൻ പർ എന്ന് പറഞ്ഞാൽ നാവിൻ തുമ്പത്ത്, ആപ്സെ ആപ്പ് ആജാത്തെ ഹേ, സ്വയം വന്നു ചേരുക ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, അതാണ് ബാക്കി പറയുന്നത്. വൈസേ ഹി ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദ് യാനി സാത്ത് സാത്ത് ചലന. ഉദാഹരണമായിട്ട് പറയണ ഈ കവിതയിൽ പറയുന്നുണ്ട് അല്ലേ, അവസാനത്തെ വാക്കാണ് സാത്ത് സാത്ത് ചലന. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? കെ ബാദ് യദി കവിത പാട്ട് രോക് ദിയാ ജായത്തോ. അപ്പോൾ ആരെങ്കിലും ഇതിങ്ങനെ ഈ കവിത ചൊല്ലിയിട്ട് ലാസ്റ്റ് സാത്ത് സാത്ത് ചലന എന്ന് വെച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ കേൾക്കുന്നവരെന്ത് ചെയ്യും? ബാക്കി പറയും. രോക് ദിയാ ജായത്തോ ഈ സുനനെ വാലെ, കേൾക്കുന്നവർ ഖുദ് സ്വയം തന്നെ വാക്യ പൂരാ കർദേങ്കി, ആ ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കും എന്നാണ്. അവർ കഹേങ്കി, എന്നിട്ട് പറയും ജാൻതേദേ അല്ലേ. അപ്പം സാത്ത് സാത്ത് ചല്ല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ജാൻതേദേ എന്നല്ലേ, അങ്ങനെ പൂർത്തിയാക്കും എന്നാണ് പറയുന്നത്. ഗസലിൻ്റെ പാട്ടുകളുണ്ട്. ഗസലിൻ്റെ പാട്ട് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും അവസാനത്തെ വരിയുടെ അവസാനത്തെ വാക്കവും പെട്ടെന്ന് നമ്മളെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യല്ലേ, അത് നമ്മളിങ്ങനെ പാടിക്കൊണ്ടേ നടക്കും അല്ലേ. അതിനെയാണ് നമ്മുടെ നരേൻ സക്സേന പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മൾ പഠിച്ച കാക്കി കാക്കി കൂടെ എവിടെ എന്നുള്ള പാട്ട്? അപ്പോൾ കാക്കി കാക്കി കൂടെ എവിടെ, അല്ലെങ്കിൽ കാക്കി കാക്കി എന്ന് പറയുമ്പോൾ തന്നെ കൂടെ എവിടെയെന്ന് ചോദിക്കും അല്ലേ. അതാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ആ പാട്ടെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മളെ മൈൻഡിൽ ഇനി കിടന്നതാണല്ലേ. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറയും? കൂടെ ഇവിടെ എന്ന് പറയും. അതേ ഇവിടെയും എന്നാണ് നമ്മുടെ നരേൻ സക്സേന പറയുന്നത്. സാത്ത് സാത്ത് ചലന എന്ന് പറഞ്ഞിട്ട് അഥവാ ഈ കവിത നിന്ന് പോവുകയാണെങ്കിൽ കേൾക്കുന്നവർ എന്താവും ജാൻതേദേ എന്ന് പറഞ്ഞിട്ട് അത് പൂർത്തിയാക്കും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है എന്നാണ്. ഈ കവിത നമ്മൾ നേരത്തെ പറഞ്ഞൂലേ, ജാനന എന്നുള്ള ശബ്ദത്തിൻ്റെ രൂഢീഗ്രസ്ത അർത്ഥം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്ന അർത്ഥം, അതാണ് രൂഢീഗ്രസ്ത്, പതിവായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന അർത്ഥത്തെ പൂരി തരസ്യ ബദൽത്തി, പൂർണ്ണമായിട്ടും മാറ്റുന്നു എന്നാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, തന്നെ മീനിങ് പറഞ്ഞൂല്ലേ. കാരണം നമ്മൾ ജാന എന്ന് പറഞ്ഞാൽ അതേ നമ്മളെ മൈൻഡിൽ പതിഞ്ഞു വെച്ചാണ് അവരുടെ പേരെന്ത്, അഡ്രസ്സ് എന്ത്, അതൊക്കെയാണെന്ന്. പക്ഷെ ആ ഒരു സിസ്റ്റത്തെ, ആ ഒരു പതിവിനെ തകർക്കുകയാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന്. इस कविता की पहली दो पंक्तियों में ही
കവി അപ്പനെ പൂരി ബാത് കാ ദേത്തെ ഹെ എന്നാണ്. എന്താണ് ഈ കവിതയുടെ ഫസ്റ്റ് 2 വരിയിലും പങ്ക്തിയോമയും ആ വരികളിൽ കവി തൻ്റെ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പനെ പൂരി ബാത് കാ ദേത്താ ഹെ എന്നാണ്. ഫസ്റ്റ് വരിയാണ് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ വ്യക്തി കോ മൈ നഹീ ജാനതാ താ. അതിൽ തന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശേഷ് പങ്ക്തിയാ ഉസി കഹേ ഗയേ കോ ഔർ സഘൻ ഔർ ഗഹരാ കർത്തി ഹെ എന്നാണ്. സഘൻ എന്ന് പറഞ്ഞാൽ ഗാഢത, ഗഹര എന്ന് പറഞ്ഞാൽ ആഴം. ബാക്കി വരുന്ന വരികൾ ഫസ്റ്റ് 2 വരി പറഞ്ഞില്ലേ, ആ 2 വരിയിൽ ആഴത്തിലോട്ട് പോവുകയാണ് എന്നാണ് ബാക്കി വരികൾ. 2 വരിയിൽ കവിക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞു, പിന്നെ അത് നമ്മൾ പറയില്ല ചെകഞ്ഞ് ചെകഞ്ഞ് പോകാറില്ല, അതേപോലെ ആ 2 വരികൾ ചെകഞ്ഞ് ചെകഞ്ഞ് ഉള്ളിലോട്ട് ആഴത്തിലോട്ട് ഗാഠതയിലോട്ട് പോവുകയാണ് എന്ന് പറയുന്നത്. കവിത കാ സന്ദേശ് ഹേ കി, ഇപ്പൊ കവിതയുടെ സന്ദേശം പറയാണ്, दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं है. അപ്പൊ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, 2 മനുഷ്യന്മാർ തമ്മിൽ ദോ മനുഷ്യോ കെ ബീച്ച്, അവരുടെ മനുഷ്യന്മാരുടെ ഇടയിൽ മനുഷ്യതാക്ക ഹെസാസ്, എന്താണ് മാനവീയത, എന്താണ് എന്നുള്ള അനുഭവം. ആസാസ് എന്ന് പറഞ്ഞാൽ ഒരു അറിവ്, അനുഭവം. യാനി എന്നാൽ മാനവീയ സംവേദന ഹോന ജറൂരി ഹെ. ഹെസാസ് അല്ലെങ്കിൽ മാനവീയ സംവേദന. മാനവീയ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെതായ ഒരുപാട് അറിവുകളുണ്ടല്ലോ, സംവേദന ഉണ്ടല്ലോ, അതിനാണ് പറയുന്നത്. അത് വേണം, അതായത് മനുഷ്യത്വം വേണം എന്നാണ്. പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ജാൻകാരിയാം ജറൂരി നഹി എന്നാണ്. എന്താ ആ വ്യക്തിയെക്കുറിച്ച് അറിവല്ല, അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരോ അഡ്രസ്സോ മതോ ജാതിയോ ഒന്നുമല്ല. ജാൻകാരി ജറൂരി നഹി ഹെ, എഹ്സാസ് യാ മാനവീയ സംവേദന ഹോന ജറൂരി ഹെ. ആ വ്യക്തിക്ക് എന്താണ് ആവശ്യം, അതാണ് നമ്മൾ അറിയേണ്ടത് എന്നാണ് പറയുന്നത്. ഹിന്ദു യഹ് സന്ദേശ് കവിതാമേ ഉപദേശ് കി തരഹ നഹീ ആതാ. അതാണ് പറയുന്നത്. ഉപദേശം പോലെ നമ്മുടെ ഈ കവിതയിൽ വിനോദ്കുമാർ ശുക്ല നമുക്കൊരു ഉപദേശം നൽകുക എന്നല്ല പറയുന്നത്. ഈ സന്ദേശം അതല്ല, ഉപദേശം നൽകുകയല്ല ചെയ്തിട്ടുള്ളത്. എന്താണ് ചെയ്തിട്ടുള്ളത്, കവിയുടെ അഭിപ്രായം അല്ലെങ്കിൽ കവിയുടെ നിലപാട് വ്യക്തമാക്കി നമുക്കൊരു ഉപദേശം നൽകുകയല്ല നമ്മുടെ കവി ചെയ്തിട്ടുള്ളത് എന്നാണ് നരേൻ സക്സേന പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ ഹതാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ താ എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ് വേണ്ടത്, എന്താണിതെന്ന് നിങ്ങൾ, ഏത് സന്ദേശമാണ് നിങ്ങൾ ഉൾക്കൊണ്ടത്? മനുഷ്യനെ മനുഷ്യനായി തന്നെ തിരിച്ചറിയുക. അതിൻ്റെ ആ നിരാശയെയും അവൻ്റെ നിസ്സഹായ അവസ്ഥയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ വിനോദ്കുമാർ ശുക്ലയുടെ കവിതയിൽ നമ്മുടെ നരേൻ സക്സേന നടത്തിയൊരു കമൻറ്റ് അല്ലെങ്കിൽ അഭിപ്രായം, അനോട്ടേഷൻ എന്നൊക്കെ പറയാം. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ കണ്ടോ, നമ്മുടെ കവിത കെ ശില്പപക്ഷ ലേഖക കെ നിരീക്ഷൺ ക്യാ ക്യാ ഹേ എന്നാണ്. അപ്പോൾ കവിതയുടെ ശില്പത്തെ കുറിച്ചിട്ട് നമ്മുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് നോക്കാം ആൻസർ. लेखक कहते हैं कि इस कविता का शिल्पपक्ष एकदम बारीक है. ലേഖകൻ പറയുന്നു ഈ കവിതയുടെ ശില്പപക്ഷം എന്ന് പറയുന്നത് ഏകദം ബാരീക് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമാണ്. ബാരീക് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമാണ്. കവിത അസൽമേ ഗദ്യമേ ലിഖി ഹുയി ഹെ, അത് നമ്മൾ പറഞ്ഞല്ലേ ഗദ്യത്തിലാണ്. ശരിക്കും ഒരു കവിതയുടെ പോലെയാണ്, ഒരു കവിത ചൊല്ലുന്ന രീതിയിലാണോ ഇതല്ല, ഗദ്യശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു കഥ പോലുള്ളൊരു ശൈലിയാണ് ഗദ്യം എന്ന് പറയുക. ഗദ്യമേ ലിഖി ഹുയി ഹെ. ഇതിലെന്താ പറയുന്നത്, ജാനന അറിയുക, കിസി ലോക ഗീതിക്ക് സ്ഥായിക്ക് തര ബാർ ബാർ ആത്താ ഹെ. നമ്മൾ പറഞ്ഞു ഒരു നാടോടിപ്പാട്ടിൽ എങ്ങനെയാണോ അതിൻ്റെ വായ്ത്താരികൾ കടന്നിങ്ങനെ വരുന്നത്, അതേപോലെ നമ്മുടെ ജാനന അറിയുക എന്നുള്ള ശബ്ദം വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ് കവിത ഗീതാത്മകതാ ബോധ് ബഹുത് മിൽത്താ ഹെ എന്നാണ്. അപ്പോൾ ഈ കവിതയിൽ ഗീതാത്മകത എന്നുള്ള ബോധം കൂടുതലായിട്ടും വരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ക്വസ്റ്റ്യന് ഇങ്ങനെ ആൻസർ ചെയ്താം. അടുത്ത ക്വസ്റ്റ്യനാണ് ടിപ്പണിക്ക് ആധാർ. ജാനനേക്ക് രൂഢീകൃത ആധാറെന്നും ജാനനേക്ക് അസ്ലി ആധാരം, അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ ഒരാൾ അറിയുക എന്ന് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞൂല്ലേ, ഇത് പ്രത്യേകിച്ച് പറയണ്ട. നാം പേരിലൂടെ, പത അഡ്രസ്സിലൂടെ, ഉമ്ര വയസ്സിലൂടെ, ഓഹദ പറഞ്ഞാൽ എന്താണ്, അവരുടെ സ്റ്റാറ്റസിലൂടെ, ജാതി പറഞ്ഞാൽ ജാതിയിലൂടെ. ജാനനേക്ക് അസ്ലി ആധാർ, യഥാർത്ഥമായിട്ട് എങ്ങനെയാണ് നമ്മൾ അറിയേണ്ട ഒരു വ്യക്തിനെ? ഹതാശ അവരുടെ നിരാശ, അസഹായത അവരുടെ നിസ്സഹായ അവസ്ഥ, അവരുടെ സങ്കടം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് അറിയുക എന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന്
ഇതൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിത പർ ടിപ്പണി ലിഖ്തി സമയ്. ഇപ്പോൾ കവിത നമ്മൾ വായിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യും അല്ലെങ്കിൽ കുറിപ്പ് എഴുതുമ്പോൾ കിൻ കിൻ ബാത്തോ പർ ധ്യാൻ ദേന, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ വെച്ചിട്ട് അറിയോ? നരേശ് സക്സേനയ്ക്ക് ടിപ്പണിക്ക് ആധാർ പർ ലിഖിയ. നമ്മൾ നരേശ് സക്സേന വിനോദ് കുമാർ ശുക്ലയുടെ കവിതയിൽ നിരീക്ഷണത്തിൽ എഴുതിയില്ലേ, അത് വെച്ചിട്ട് നമ്മൾ അഭിപ്രായം വ്യക്തമാക്കാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ കണ്ട കവി കാ പരിചയ ദിയ. അപ്പോൾ കവിനെ കുറിച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. കവിതക്ക് ആശയ സംക്ഷിപ്ത രൂപത്തിൽ പ്രസ്തുതിക്കുക. അപ്പോൾ എന്താണ് കവിതയുടെ ആശയം എന്ന് ഒരു സംക്ഷിപ്തമായി തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ കവിതയുടെ സന്ദേശം എന്താണ് നമ്മുടെ കവി ആ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, ആ സന്ദേശം കൊടുത്തിട്ടുണ്ട്. കവിതയ്ക്ക് ശില്പപക്ഷ വിശ്ലേഷണം കിയാ ഹെ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ശില്പപക്ഷം, ആ കവിതയുടെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കവിതയിൽ വിശ്ലേഷണം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു കവിത നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ ടിപ്പണി എഴുതുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് ഈ ചിത്രം നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആ ചിത്രത്തിൽ ഒരു കോഴിക്കുട്ടിയിലെ ആ കോഴിക്കുട്ടി പ്രളയത്തിൽ അകപ്പെട്ടു പോവാണ്. ആ പ്രളയത്തിൽ അകപ്പെട്ടു പോയപ്പോൾ ആ പ്രളയത്തിൽ നിന്ന് ഒഴുകി വന്നൊരു ചെരുപ്പ്, ആ ചെരുപ്പിനെ ആശ്രയിച്ചിട്ട് ആ കുട്ടി എങ്ങോട്ടൊന്നില്ലാതെ പോവാണ്. എവിടെ എത്തുന്നോ എങ്ങനെയാവുന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല അല്ലേ? ആ കോഴിക്കുട്ടിക്ക് അറിയോ താനിനി മുൻപോട്ട് ജീവിക്കുകയോ അതോ ഇല്ലയോ എന്നൊന്നും അറിയാണ്ടേ എന്നാലും മുന്നോട്ട് പോകണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ആ ഒരു ചെരുപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആ കോഴിക്കുട്ടി പോവുകയാണ് അല്ലേ? അപ്പോൾ എന്താണിത് അർത്ഥമാക്കുന്നത്? എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ ആപത്തിനെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഉത്തർ ജീവിത എന്ന് ഹിന്ദിയിൽ പറയും, ഇംഗ്ലീഷിൽ എന്ത് പറയും? സർവൈവൽ. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഉദ്ദേശിച്ചതെന്ന്? അപ്പോൾ 2018 എക്സാമിന് ആനുവൽ ക്വസ്റ്റ്യൻസ് ആണിത്. എന്താണ്? हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാർക്കിൻ്റെയാണ്. സഹി പ്രസ്താവ് ചുൻകർ ലേഖി. ഒന്നാമത്തെ ഓപ്ഷൻ കവി ഓർ വ്യക്തി ഏക് ദൂസരേക്കോ ജാനത്തെ थे, അവർ പരസ്പരം അറിയുമായിരുന്നു. അത് തെറ്റാണ്. അറിയുമായിരുന്നു ഇല്ല. വ്യക്തി കവിക്കോ ജാനത്താ था, വ്യക്തി കവിയെ അറിയാമായിരുന്നു വ്യക്തിക്ക്. പിന്നെ മൂന്നാമത്താണ് കവി വ്യക്തിക്ക് ഹതാശാക്കോ ജാനത്താ था. അത് ശരിയാണ് അല്ലേ? അപ്പം എന്താണ് ശരി? ഘ എന്ന് എഴുതി, അതായത് സി ആണെന്ന് ശരി. കവി വ്യക്തിക്ക് ഹതാശോ, കവി എന്ന് പറയുന്നത് കവിക്ക് വ്യക്തിയുടെ നിരാശയെ അറിയുമായിരുന്നു എന്നാണ്. അപ്പം നാലാമത്തെ തെറ്റായിരിക്കും. വ്യക്തി കവിക്ക് ഹതാശാക്കോ ജാനത്താ था, വ്യക്തിക്ക് കവിയുടെ നിരാശ അറിയാമായിരുന്നു. അത് തെറ്റാണല്ലേ? അപ്പം മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി. ഏതാണ്? കവി വ്യക്തിക്ക് ഹതാശാക്കോ ജാനത്താ था. ശരി തന്നെയല്ലേ? ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയണമില്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കവി ഒരു കവിതാക്ക പരിചയം ഇൻ പങ്ക്തിയും കാശയിലേക്ക്. ഈ വരികളുടെ ആശയം എഴുതാനാണ്. കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പറഞ്ഞിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്പം ഈ പങ്ക്തിനെ മാത്രം എഴുതി വെച്ചാൽ മതി നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ. അപ്പോൾ എക്സാമിന് ഏതൊക്കെ വരികളാണ് ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വരിയുടെയും അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ? അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ തന്ന ഏത് പോയിൻറ്റും എഴുതി വയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. നോക്കിക്കേ, അഥവാ നമുക്കൊരു പങ്ക്തി തരാമെന്ന് കരുതുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തെഴുതാം? प्रस्तुत पंक्तियाँ श्री विनोद कुमार शुक्ल की कविता हताशा से एक व्यक्ति बैठ गया था कविता से ली गई है. എന്നിട്ട് അടുത്ത പാരഗ്രാഫിലോട്ട് ഇൻ പങ്ക്തിയുമേ. ഫസ്റ്റത്തെ മനസ്സിലായില്ല? ഈ പ്രസ്തുത പങ്ക്തിയം, ഈ വരികൾ നമ്മുടെ വിനോദ് കുമാർ ശുക്ലയുടെ കവിതയായ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയായിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇൻ പങ്ക്തിയുമേ, ഈ വരികളിൽ കവി കിസി വ്യക്തിക്കോ ജാനനെ കാ രൂഢിക്കോ തോട് ദേത്തി ഹെ. അതൊക്കെ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അറിയാന്നുള്ള ഒരു പതിവ് കാര്യത്തെ പൊളിച്ചടക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തോട് ദേത്തി ഹെ, പൊട്ടിക്കുകയാണ് ചെയ്യുന്നതൊക്കെ പറയില്ലേ, തകർക്കുന്നു. ഹമേ കിസി ബി വ്യക്തിക്ക് ഹതാശ നിരാശ और असहायता को जानना पहचानना चाहिए. നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ഹതാശ, അവരുടെ നിസ്സഹായാവസ്ഥയും നിരാശയെയും ഒക്കെ തിരിച്ചറിയണം. ന ഉസ്കെ നാം പത
ഉമ്രോ ഹദയ ജാതി, ജാതിയും മതമോ പേരോ ഒന്നുമല്ല നമ്മൾ തിരിച്ചറിയേണ്ടത്. മുസീബത്ത് പടി, കഷ്ടതയിലൊക്കെ വീണുപോയ വ്യക്തിക്കോ ദേക്കർ വ്യക്തി കണ്ടിട്ട് ഉസ്കോ സഹാര ദേനാ ഹി അസൽ മേ ജാനനാ ഹെ. അവർക്കൊരു സഹാര എന്ന് പറഞ്ഞാൽ ആശ്രയം കൊടുക്കലാണ് അസൽ മേ യഥാർത്ഥത്തിൽ അറിയാന്ന് പറഞ്ഞാൽ അർത്ഥം ജാനനാ ഹെ. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനായി തന്നെ മനസ്സിലാക്കാനുള്ളൊരു ഓർമ്മ നമുക്ക് ദിലാത്തി നൽകുകയാണ് ചെയ്യുന്നത്. दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारिയം ज़रूरी नहीं है. അപ്പോൾ ഇതെല്ലാം മനസ്സിലായി നമ്മൾ ലാസ്റ്റ് നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞത്, ലാസ്റ്റ് ചാപ്റ്ററിൽ ആ ഒരു സന്ദേശം അല്ലേ, ഇതാണ് നമ്മുടെ കവിതയുടെ സന്ദേശം. എന്താണ്? രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യതയാണ് വേണ്ടത്. അതിൻ്റെ ഒരു മാനവീയ സംവേദന, മനുഷ്യനെ അറിയുക, മനുഷ്യനെ മനുഷ്യനായി തന്നെ അറിയാം. അതാണ് ഈ കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ജാൻകാരിയം, ആ വ്യക്തിയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് പേര്, അഡ്രസ്സ് എന്താണ്, അതൊന്നുമല്ല നമ്മൾ അറിയേണ്ടത്. ആ മനുഷ്യൻ്റെ എന്തെങ്കിലും മുഷ്കിൽ, അതായത് ഒരു ബുദ്ധിമുട്ട്, സങ്കടങ്ങൾ, അതേപോലെ നിസ്സഹായ അവസ്ഥ എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്നാണ് നമ്മുടെ വിനോദ് കുമാർ ശുക്ല തൻ്റെ കവിതയിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. കൂടുതലായിട്ട് പറയണോ? ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും ബോറാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കവിതയിൽ. ഇനിയിപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ഈ പറഞ്ഞ കണ്ടില്ലേ, ഇതിലെ പോയിന്റ് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അതേപോലെ തന്നെ പ്രീവിയസ് 2018 ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നത്, അത് ഡിസ്കസ് ചെയ്തു. അങ്ങനെ തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് വരിക. അത് ഡിസ്കസ് ചെയ്തു. കൂടുതലായിട്ട് പറയണോ? അപ്പോൾ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഡ് ചെയ്യണോ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കണ്ടില്ല ബെൽ ബട്ടൺ, അതും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും ആ സമയം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ओके, तो धन्यवाद बच्चों.